കാട്ടിൽ കുളത്തിന്റെ അടുത്തായി ഒരു രഹസ്യ ഗുഹയുണ്ടായിരുന്നു. ഇത് രഹസ്യ ഗുഹ എന്ന് പറയുന്നതിന്റെ കാരണം ഇതിന്റെ അകത്തു പോകാൻ ആർക്കും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല. മിങ്കുക്കൊക്കിന്റെ വീട് ഗുഹയുടെ തൊട്ടു മുൻപിലായിരുന്നു. അവൻ ദിവസം മുഴുവനും ആ ഗുഹയെ നോക്കിക്കൊണ്ടു നിൽക്കും. അവിടെ ഒരു മരത്തിന്റെ മുകളിൽ മോണ്ടുകുരങ്ങൻ. അവൻ മിങ്കുക്കൊക്കിന്റെ നല്ല സുഹൃത്തായിരുന്നു. അവനും താമസിച്ചിരുന്നു. ഒരു രാവിലെ കാലുകുറുക്കന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നു. നന്നായി വേദനിക്കുന്നു. അയ്യോ, ഇത് കാലുകുറുക്കന്റെ ശബ്ദമാണല്ലോ. ഇവനെന്തിനാ ഇങ്ങനെ അലറുന്നത്? കുറച്ചു മിനിറ്റിനുള്ളിൽ ആന, മാൻ, ജിറാഫ്, സീബ്ര, ചെന്നായിയും കുറുക്കനും അപ്പോൾ അവിടേക്ക് വന്നു. അവർ നോക്കിയപ്പോൾ കാലുകുറുക്കൻ തറയിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇവന്റെ ആരോഗ്യം വളരെ മോശമാണല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ ഡോക്ടർ മുയലിനെ വിളിച്ചു വരുത്താം. അടുത്ത നിമിഷം തന്നെ മാൻ ഡോക്ടർ മുയലിനെ വിളിച്ചു. ഡോക്ടർ മുയലും വന്ന് കുറുക്കനെ ചെക്കപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കാലുകുറുക്ക, നീ ഇന്നലെ ഡിന്നറിന് എന്താണ് കഴിച്ചത്? ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു പരുന്തിനെ തിന്നു. അത് ഇപ്പോഴും എന്റെ വയറ്റിൽ കിടപ്പുണ്ട്. ആ പരുന്ത് ദിവസങ്ങളായി അവിടെ മരിച്ചു കിടന്നതാണ്. നീ അതിനെയാണോ തിന്നത്? അതുകൊണ്ടാണ് നിന്റെ വയറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടായത്. എന്തെങ്കിലും ചെയ്ത് എന്റെ വേദനയൊന്ന് കുറയ്ക്കും മുയൽ ഡോക്ടറെ. നിന്റെ വേദന ശരിപ്പെടുത്തണമെങ്കിൽ എനിക്ക് ഔഷധ ചെടികൾ വേണം. അത് ആ രഹസ്യ ഗുഹയ്ക്ക് അകത്തേ ഉള്ളൂ. എന്നാൽ അതിന്റെ അകത്തേക്ക് മിൻകുക്കൊക്കിന് മാത്രമല്ലേ പോകാൻ പറ്റൂ? നിങ്ങൾക്കൊക്കെ ഈ കുറുക്കന്റെ അസുഖം ഭേദമാക്കണ്ടേ? വേണമെങ്കിൽ ഗുഹയ്ക്കകത്ത് എന്നെ കയറ്റിയേ പറ്റൂ. വരൂ, വേഗം എന്റെ കൂടെ നിങ്ങൾ വരൂ. എല്ലാ മൃഗങ്ങളും ഡോക്ടർ മുയലിനോടൊപ്പം രഹസ്യ ഗുഹയുടെ അടുത്തേക്ക് പോയി. പിന്നെ മിങ്കുക്കൊക്കിനോടും എല്ലാം പറഞ്ഞു. ഈ ഗുഹയ്ക്കകത്ത് അങ്ങനത്തെ ഒരു ഔഷധ ചെടിയും ഇല്ല. അത് ഞാൻ നോക്കിക്കോളാം. നീ എന്നെ അകത്തേക്കൊന്ന് കയറ്റിയാൽ മതി. കുറുക്കന്റെ വയറ്റിൽ വേദനയോ? ആ പ്രശ്നം ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ എന്റെ കൂടെ വാ. വേഗം പോകാം, അവൻ നല്ല വേദനയില്ല. മോണ്ടക്കുരങ്ങ, നീ ഈ ഗുഹയൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇപ്പോൾ വരാം. വരൂ സുഹൃത്തുക്കളെ. മിങ്കുക്കൊക്ക് അവരെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു ഔഷധ ചെടിയെടുത്ത് പിന്നെ അത് കൊണ്ടുവന്ന് കുറുക്കന് കഴിക്കാനും കൊടുത്തു. അപ്പോൾ കുറുക്കന്റെ അസുഖവും നിമിഷത്തിൽ ഭേദമായി. ഈ മരുന്ന് കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് ഞങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്? എന്തുകൊണ്ടെന്നാൽ ഇയാൾക്ക് ഗുഹയ്ക്കകം കാണണം. അതിനകത്ത് എന്താണെന്നറിയണം. അതുകൊണ്ടാണ് കള്ളം പറഞ്ഞത്. അങ്ങനെ എല്ലാ മൃഗങ്ങളും ചേർന്ന് ഡോക്ടർ മുയലിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. അവനതിൽ ദേഷ്യവും വന്നു. ഒരിക്കൽ സിംഹരാജാവ് സഭ വിളിച്ചുകൂട്ടി. അപ്പോൾ അവിടേക്ക് ഒരു കരിമ്പുലി വന്നു. ഷേർഖാൻ, നിങ്ങളുടെ കാടിന് വളരെ വലിയ ആപത്ത് വരാൻ പോകുന്നു. നീ എന്താണെങ്കിലും തെളിച്ചു പറ. നിങ്ങളുടെ കാട്ടിൽ ജീവിക്കുന്ന മിങ്കുക്കൊക്ക് അവൻ എന്തോ വലിയൊരു ആസൂത്രണം ചെയ്യുകയാണ്. നീ ഇത് എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഞാൻ സത്യമാണ് പറയുന്നത് ഷേർഖാൻ. അതുകൊണ്ടാണ് അവൻ ആ ഗുഹയ്ക്കകത്തേക്ക് ആരെയും കയറ്റാത്തത്. എന്തുകൊണ്ടെന്നാൽ അവൻ അതിനകത്തൊരു ഭൂതത്തെ പരിപാലിക്കുന്നുണ്ട്. സത്യത്തിൽ മിങ്കുക്കൊക്കിന് ഈ രാജ്യത്തിൻ്റെ രാജാവായാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ ഭൂതത്തെ പരിപാലിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മുൻപിൽ നല്ലവനായി അഭിനയിക്കുന്നു. നാളെ ആ ഭൂതത്തിന് 2 വയസ്സാകും. അവൻ തിന്നാനും തുടങ്ങും. നിങ്ങൾക്കറിയാമോ, അവൻ്റെ ഫേവറേറ്റ് ആഹാരം കാട്ടിലെ മൃഗങ്ങളുടെ മാംസമാണ്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവൻ ഗുഹയ്ക്കകത്തിരുന്ന് കഴിക്കാൻ തുടങ്ങും. അവന് കഴിക്കാൻ കൊടുക്കുന്നതും മിങ്കുക്കൊക്ക് നിങ്ങളുടെ കാട്ടിലെ ഓരോ മൃഗങ്ങളെയും വെച്ച് ചെയ്യും. അതിനുശേഷം ആരൊക്കെ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നോ അവരെയും കൊന്നു തിന്നും. അങ്ങനെ മിങ്കുക്കൊക്ക് ഈ കാടിൻ്റെ രാജാവുമാകും. പിന്നെ നിങ്ങളെല്ലാവരും അവനെ സേവിച്ച് ഇവിടെ ജീവിക്കേണ്ടി വരും. ഞാൻ നിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നതേയില്ല. നല്ലത് വേണമെങ്കിൽ നീ ഇവിടെ നിന്ന് ഓടിക്കൂ. ശരി, ഞാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകും. ഇങ്ങനെ പറഞ്ഞ് കരിമ്പുലി അവിടെ നിന്നും പോയി. അടുത്ത ദിവസം വൈകുന്നേരം ചോട്ടുമാൻ അവന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ കുഞ്ഞിനെ കാണാതായത് അവൻ മനസ്സിലാക്കി. അയ്യോ, എന്റെ കുഞ്ഞിത് എവിടെ പോയി?
എവിടെയാണോ അവന്റെ മകൻ ഉറങ്ങിയിരുന്നത് അവിടെ കൊക്കിന്റെ തൂവൽ കണ്ടു. ഷേർഖാൻ, എന്റെ കുഞ്ഞ് കൂട്ടിൽ നിന്നും മാഞ്ഞുപോയി. പിന്നെ എന്റെ വീടിന്റെ മുൻപിൽ മിങ്കു കൊക്കിന്റെ തൂവലുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഇവനാണ് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇല്ല, ഞാനിതൊക്കെ എന്തിനു ചെയ്യണം? അവർക്കിടയിൽ തർക്കമുണ്ടായി. എന്നാൽ ആർക്കും മിങ്കു കൊക്കിനെ കുറ്റപ്പെടുത്തണമെന്ന് തോന്നിയതേയില്ല. എന്നാൽ അതിനുശേഷം ഒന്നൊന്നായി കാട്ടിൽ നിന്നും മൃഗങ്ങൾ മാഞ്ഞു പോകാൻ തുടങ്ങി. അവർ നിന്നിടത്തെല്ലാം കൊക്കിന്റെ തൂവലും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ചു. മിങ്കു കൊക്കെ, ആൾക്കാർ മാഞ്ഞു പോകുന്ന എല്ലാവരുടെയും വീട്ടിൽ നിന്നും അവിടെയെല്ലാം നിന്റെ തൂവൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ കരിമ്പുലി എന്നോട് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം സത്യമായിരുന്നു. ഇങ്ങനെ കേട്ടപ്പോൾ മിങ്കു കൊക്കിന് തന്നെ ന്യായീകരിക്കാൻ സാധിച്ചതേയില്ല. മിങ്കു കൊക്കിനെ തടവറയിലാക്കാൻ വിധിക്കുന്നു. മിങ്കു കൊക്കിനെ അങ്ങനെ തടവറയിൽ ബന്ധിച്ചു. അവിടെ മൂണ്ടുകുരങ്ങനും മിണ്ടാതെ അവന് 2 നേരം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. എന്നാൽ ആ സംഭവത്തിനു ശേഷം കാട്ടിലെ ഒരു മൃഗങ്ങളും മാഞ്ഞുപോയതേയില്ല. നന്ദി കരിമ്പുലിയോട് പറയണം. അവൻ നമുക്ക് ആദ്യമേ താക്കീത് തന്നതാണ്. അന്ന് തന്നെ ഇത് കേട്ടിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഇന്ന് വരില്ലായിരുന്നു. അപ്പോൾ കരിമ്പുലി ഒരു വേട്ടക്കാരനോടൊപ്പം അവിടേക്ക് വന്നു. അയ്യോ, ഇത് ഒരു വേട്ടക്കാരനല്ലേ? കരിമ്പുലി, നീ ഇയാളുടെ ഒപ്പം എന്തു ചെയ്യുന്നു? ഈ കരിമ്പുലി എന്റെ സുഹൃത്താണ്. ഇവൻ ഇതുവരെ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ഞാൻ അവനെ കൊണ്ട് പറയിച്ചതാണ്. എന്ന് വെച്ചാൽ? ഞാൻ അടുത്തുള്ള ഗ്രാമത്തിലെ വേട്ടക്കാരനാണ്. എന്റെ അച്ഛൻ ഒരു യന്ത്രം കണ്ടുപിടിച്ചിരുന്നു. അതുപയോഗിച്ച് ഒരേ സമയം ഒരുപാട് വേട്ടകൾ നടത്താം. അദ്ദേഹം അതുപയോഗിച്ച് ഒരുപാട് വേട്ട നടത്തി. അതേസമയം കാട്ടിലെ എല്ലാ മൃഗങ്ങളും അദ്ദേഹത്താൽ ബുദ്ധിമുട്ടിയിരുന്നു. അദ്ദേഹത്തെ നോക്കി അവർ കരഞ്ഞാൽ പോലും വെറുതെ വിടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ദുഷ്ടതയാൽ ശല്യം തോന്നി. അവർ പോയി സിദ്ധനായ മാന്ത്രിക കരടിയോടെല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മുകളിൽ ഒരു ശാപം വീണു. ഞങ്ങൾ വേട്ടക്കാരെ അന്നു മുതൽ കൊക്കുകൾക്ക് വളരെ എളുപ്പത്തിൽ കൊല്ലാം. അങ്ങനെ മിങ്കു കൊക്കിന്റെ അച്ഛൻ എന്റെ അച്ഛനെ കൊന്നു. അന്നു മുതൽ ആ യന്ത്രം ആ ഗുഹയുടെ അകത്താണ് വെച്ചിരിക്കുന്നത്. അതിന്റെ യജമാനൻ ആദ്യം മിങ്കുവിന്റെ അച്ഛനായിരുന്നു. അതിനുശേഷം അത് മിങ്കു നോക്കാൻ തുടങ്ങി. എനിക്കും ഒരു വാശിയുണ്ടായിരുന്നു. എന്റെ അച്ഛനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ ആ യന്ത്രം ഗുഹയ്ക്കകത്തു നിന്നും വെളിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഉറപ്പിച്ചു. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറച്ച് പരസ്പരം മുഖം നോക്കാൻ തുടങ്ങി. അവരുടെ പേടി പറഞ്ഞറിയിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യം നിങ്ങളെ ഞാൻ ഇവിടെ നിന്നും വായിച്ചത്. അങ്ങനെ ആ പഴി മിങ്കു കൊക്കിന്റെ തലയിലാക്കി അവനെ അവിടെ ബന്ധനസ്ഥനാക്കി. ഇപ്പോൾ എനിക്ക് ആ യന്ത്രം വെളിയിൽ കൊണ്ടുവരാം. അങ്ങനെ ഈ കാട് മുഴുവനും എന്റെ രാജ്യമാക്കും ഞാൻ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും വായ തുറന്നു വെച്ച് നിന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം വന്നു. ഇങ്ങനെ കിടന്ന് ചിരിക്കേണ്ട ആവശ്യമില്ല ദുഷ്ടനായ വേട്ടക്കാരാ. ഇത് കേട്ട് എല്ലാവരും അവനെ നോക്കി. അവിടെ മൂണ്ടുകുരങ്ങൻ തന്റെ ഒപ്പം മിങ്കു കൊക്കിനെയും കൊണ്ടുവന്നിരുന്നു. അയ്യോ, മിങ്കു കൊക്ക്! എനിക്കെന്റെ സുഹൃത്തിനെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇവനെ മോചിപ്പിച്ചു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ കരിമ്പുലിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് നേരെ എത്താൻ. അപ്പോൾ ഞാൻ മിങ്കുവിനെ കൊണ്ടുവരാനിരിക്കുകയായിരുന്നു. കരിമ്പുലി, വേഗം രഹസ്യ ഗുഹയുടെ അടുത്തേക്ക് പോ. വേട്ടക്കാരനും കരിമ്പുലിയും ഗുഹയ്ക്ക് നേരെ ഓടാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും അവരുടെ പിന്നാലെയും ഓടി. കൊക്ക് കാറ്റിൽ പറന്നു വന്ന് വേട്ടക്കാരന്റെ തലയിൽ 2 തവണ ആഞ്ഞു കൊത്തി. അവൻ തലയിൽ വന്ന് കൊത്തിയപ്പോൾ വേട്ടക്കാരന് നന്നായി വേദനിച്ചു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? താങ്കൾക്കും ശാപമേൽക്കുകയാണ് മുതലാളി. ഞാൻ ഇവിടെ തന്നെ നിന്നാൽ ഇതെന്നെ ഉറപ്പായിട്ടും കൊല്ലും. ഓടിക്കോ ഓടിക്കോ മുതലാളി, ഓടിക്കോ. 2 പേരും അലറി വിളിച്ച് അവിടെ നിന്നും ഓടി. ഏഹേ, മിങ്കു കൊക്ക് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചേ. മിങ്കു കൊക്കെ,
ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങളൊന്നും മനസ്സിലാക്കാതെ നിന്നെ പഴിചാരി. ഇന്ന് നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും ആ വേട്ടക്കാരൻ അടിമയാക്കുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല ഷേർഖാൻ, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. അതിനുശേഷം മിങ്കുക്കൊക്ക് വീണ്ടും ആ രഹസ്യ ഗുഹയെ സംരക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവന്റെ ധൈര്യം കാട്ടിലെല്ലാവർക്കും മനസ്സിലായി.